തോക്ക് കാണിച്ചു തന്നെ. ഇത് ശിവയുടെ തോക്ക് കണ്ണ് ചേട്ടൻ്റെ, ഇതെൻ്റെ കണ്ണ്. ഇനി ലൈം ടീ ചോദിച്ചാ അടുത്ത ബാലക്കുള്ള ധൈര്യം അറിയാണ്ട് വന്നു. ഏതെങ്കിലുമൊക്കെ ട്രോൾ ടിനിച്ചേട്ടൻ ഇൻ പേഴ്സണോ ഇത് ഇച്ചിരി കടന്നുപോയി എന്ന് തോന്നിയ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, അതൊക്കെ കറക്റ്റ്. അത് വി എസ് സഖാവിനെ, ഉമ്മൻചാണ്ടിനെ, മമ്മൂക്ക, ലാലേട്ടനെയൊക്കെ അനുകരിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്നെ ട്രോളാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമല്ല. എൻ്റെ വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ശ്വാസം മുട്ടുന്നേ. മാതാവിൻ്റെ തലയിൽ സ്വർണ്ണക്കിരീടം വെച്ചിട്ട് അത് ചെമ്പാണെന്ന് പറഞ്ഞ് ചുരണ്ടി നോക്കിയവന്മാരൊക്കെ എവിടെ? ഞാൻ ലാലേട്ടനെ നേരിക്കാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ വേണം, ലാലേട്ടൻ വേണം. ചെങ്ങന്നൂർ പെരുമേലിൽ ലാലേട്ടൻ. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ശബ്ദം അനുകരിക്കാറില്ല, രൂപ. അത് പക്ഷെ ലാലേട്ടനെ കണ്ടവർക്ക് തിരിഞ്ഞപ്പോൾ ഭയങ്കര കൈയടിയായിരുന്നു. പിന്നെ ഈ ഓൺലൈനിൽ വന്നപ്പോൾ കൈ കൊണ്ടാണോ കടൽ കൊണ്ടാണോ എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനൽസ് ഒക്കെ അതൊരു ചർച്ചയാക്കി. വാട്സപ്പിലിട്ടതാണ്. ഏതോ ആക്ട് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ആരോ ചോർത്തി. അപ്പം എവിടെ നിന്ന് എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നു നമുക്കറിയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ നമ്മളെ മോണിറ്റർ ചെയ്യേണ്ട ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങ് എത്തുന്നുണ്ടല്ലോ. പ്രണയാഭ്യർത്ഥനകൾ വരാറുണ്ടോ? മന്നുണ്ട്, പക്ഷെ അന്വേഷിച്ച് ചെല്ലുമ്പോഴേ ആമ്പിള്ളേരൊക്കെ ആണെന്നാലും സത്യം പറയാം, എനിക്ക് അതാണ് കൂടുതൽ. ഞാൻ വിക്ടിം ആയിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഇതുപോലെ ഒരാള്, ഞാൻ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഏറ്റവും വലിയൊരു പേഴ്സണൽ ലോസ് ആണ് സുബി ചേച്ചിയുടെ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക്. ഞാൻ പെട്ടെന്ന് ഇമോഷണലോ. എൻ്റെ ചുറ്റുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ പെട്ടെന്ന് സുബിയുടെ നമ്പർ ഉണ്ട്, നമ്മൾ പോയാ എനിക്ക് സംശയമാണ്. ഇത്രയും സിമ്പിൾ ആകണ്ട, കുറച്ചുകൂടിയൊക്കെ ജാടയാകാം എന്ന് തോന്നിച്ച ഒരു താരമാരാണ്? അയ്യോ നമസ്കാരം. അയ്യോ നിയോ പ്രൈം എന്റർടൈൻമെന്റ്സിൽ വാട്സ്ആപ്പ് വിത്ത് മീരയില് ദേ ഇന്ന് എന്നോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്യുന്നത് മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമേ ഇല്ലാത്ത എൻ്റെ പേഴ്സണൽ ഫേവററ്റ് കൂടിയായ ടിനി ടോം. ടിനി ചേട്ടാ, താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷം ഞാനൊരു 18 years ആയിട്ട് വർക്കിംഗ് ഇൻ മീഡിയ, ഞാൻ കണ്ടതിൽ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ടിനി ചേട്ടൻ. കാരണം ഇൻ പേഴ്സൺ അറിയാം നമുക്ക്. അപ്പം ഇത്രയും ട്രോളുകൾ, ഇത്രയും എയറിൽ കയറുന്നൊക്കെ സമയത്ത് എനിക്ക് യഥാർത്ഥ ടിനിച്ചേട്ടൻ എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. സത്യം, അതൊക്കെ കറക്റ്റ്. അത് ചിലർ കമൻസ് ഇടുമ്പോൾ അതൊരു ഫ്രസ്ട്രേറ്റഡ് വിഭാഗമാണ്, അത് കുശുമ്പാണ്. അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ചിലരെ ഞാൻ ഫോളോ ചെയ്ത് പിടിക്കാറുണ്ട്. ഇപ്പോൾ പൂച്ച എന്ന് പറഞ്ഞാൽ പാവാണ്, പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ കൊങ്ങൊക്കെ പിടിച്ചാൽ പൂച്ചയും കടിക്കും. അതുപോലുള്ള ആൾക്കാർ, അല്ലാണ്ട് ട്രോൾസിനൊന്നും ഞാൻ ഒരിക്കലും എതിരല്ല. അതങ്ങനെ നടക്കട്ടെ. അത് നമ്മളെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കളല്ല, അത് ക്രിയേറ്റീവായിട്ടുള്ളൊരു സൈഡാണ്. പിന്നെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ ശത്രുക്കളില്ലാത്ത ആരാ ഉള്ളത്? കർത്താവിനെ കുരിശിലല്ലേ തറച്ചത്. അപ്പം ഞാൻ ഈ സെയിൻസിനെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. എല്ലാം അലമ്പി കൂടിയാണ് കടന്നു വന്നത്. അതിനുശേഷം പുണ്യാളന്മാരായി മാറുന്നത് ഫ്രാൻസിസ് അസീസി, ഈ സെബാസ്ത്യാനോസ് പുണ്യാളനെ എങ്ങനെയാണ് അമ്പ് ചെയ്ത് കൊന്ന്, ഒരാളെ കല്ലെറിഞ്ഞ് കൊന്ന്. അപ്പോൾ എത്ര ഒന്നും വേണ്ട, നമ്മുടെ നാഷണൽ ഫാദറിനെ വെടിവെച്ച് കൊന്നു. അപ്പം ഇത്രയും പറയുമ്പോൾ ഇനി ജെൻസി കുട്ടികളുടെ 2 ചോദ്യങ്ങളും കൂടെയുണ്ട്. കാരണം ഇന്നും ജെൻസി കുട്ടികളെന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ 2K കിഡ്സ് 2 കാര്യങ്ങളാണ് ഞങ്ങളുടെ ടിനിച്ചേട്ടനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒന്ന് ബാലയുടെ സൗണ്ടിൽ ലെമൺ ടീ ചോദിച്ചു എന്ന് കേട്ടല്ലോ, ഞാൻ ഉണ്ണി മുകുന്ദൻ, പൃഥ്വിരാജ്, അനൂപ് മേനോൻ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ടിനിച്ചേട്ടാ. ആ സൗണ്ട് മാത്രം ഒരു ലൈൻ പറയാവോ ഞങ്ങൾക്ക്? അത് ഭയങ്കര പ്രശ്നം. അവൻ 2 തോക്ക് കാണിച്ചു തന്നെ. ഇത് ശിവയുടെ തോക്ക് കണ്ണ് ചേട്ടൻ്റെ, ഇതെൻ്റെ കണ്ണ്, ഇത് ഈ കണ്ണ്. ഇനി ലൈം ടീ ചോദിച്ചാ ഐ വിൽ ഷൂട്ട് യു. ഇവൻ്റെ വീട്ടിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. പിഷാരടി ചെന്നപ്പോൾ ഇവൻ്റെ എന്തോ ചെറിയ മറ്റേ കളിക്കണ ഗണ്ണ് എന്തോണ്, മറ്റേ എയർ ഗണ്ണ് പോലത്തെ സാധനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലയുടെ ഇനി അടുത്തത് അവന് പ്രശ്നമൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഷെയർ ചെയ്യണമാണ്, ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ എയിം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്തോ ചെറിയ എയർ ഗണ്ണ് എന്തോണ്. അപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടി ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ഷിറ്റ്സു പട്ടികളുണ്ട് അവന്. ഇങ്ങനെ എപ്പോഴും ചിരിയാണല്ലോ, ഇതിനകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. എപ്പോൾ നോക്കിയാൽ
എനിക്ക് സങ്കടം വരും. എപ്പോഴും വർക്കൗട്ടായി. ഞാൻ പിഷാരടിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇതാണ്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പൂടിലുണ്ട്. മുണ്ടെടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര വാലാട്ടല. അപ്പം മോമെന്ന് പറഞ്ഞു അത് അച്ഛനല്ല, മുണ്ട് കണ്ടപ്പോൾ അച്ഛനാന്ന് വിചാരിച്ചിട്ട് ഓവറാക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പട്ടികൾ. സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പം ഇവൻ്റെ വീട്ടിലെ ഷിറ്റ്സു രണ്ടെണ്ണം ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ മാറിപ്പോയിട്ട് ആ പൈപ്പിൽ കൊണ്ടിട്ട് വെള്ളം അങ്ങോട്ട് ചീറ്റിയിട്ട് പട്ടിയൊക്കെ പേടിച്ചിട്ട് പിഷാരടി അങ്ങോട്ട് ഓടുന്നു. ഇവർ കൊടുത്തു വെള്ളം ചീറ്റിയിട്ട് അടുത്ത ബാലക്കുള്ളതായി ദൈവമേ, അറിയാണ്ട് വന്നു പോയതാണ്. ഞാൻ ഇങ്ങനെയുള്ള കഥകൾ പിഷാരടുത്ത് പറയും. പക്ഷെ അവൻ കേക്ക് നടത്തുന്നുണ്ടല്ലോ, കേക്കിൻ്റെ കട. അതുകൊണ്ട് അതിൽ നല്ല മനോഹരമായിട്ട് അത് പല സ്ഥലത്തും അവനെ അവതരിപ്പിക്കാറുണ്ട്. അവസാനം വൈകിട്ട് ഞാൻ പറഞ്ഞ കഥ തന്നെ എൻ്റെ അടുത്തെത്തും. ടീച്ചേട്ടാ ഒരു കഥയുണ്ട്, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ, ഞാൻ പറഞ്ഞു ഇത് ഞാൻ കാലത്ത് നിനക്ക് പറഞ്ഞു തന്നല്ലേ, മറന്നുപോയി. അപ്പം തന്നെ എന്നാലും ഈ ടിനിച്ചേട്ടന് മനഃപൂർവ്വം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്ന പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സൈബർ അറ്റാക്കിൽ? അതായത് നമ്മൾ പറയില്ലേ ടാർജറ്റ് ചെയ്ത് ചെയ്യുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും. അല്ലെങ്കിൽ അടുത്തുള്ള ഭാസ്കരനെയും സെബാസ്റ്റിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടില്ല. നമ്മളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ലെവലിൽ പോകുന്നുണ്ടല്ലോ. അല്ല പേഴ്സണലി വല്ല കോൾസ് എന്തെങ്കിലും വരാറുണ്ടോ? കോളുകളൊന്നും വരില്ല, വന്നിട്ടില്ല. അത് വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അത് വിളിച്ചവർക്ക് അറിയാം. അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ നമ്പറൊക്കെ കൊടുക്കാറുണ്ട്, എന്നാൽ നേരിട്ട് വിളിക്ക് സംസാരിക്കുക. നമ്മളിത് മറ്റേ യുദ്ധത്തിന് ഇറങ്ങിയേക്കണമെന്നല്ലോ. നമ്മളൊരു വഴി ഇങ്ങനെ നടന്നു പോകുന്നു. നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കുക, മനസ്സ് കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. ഒരാളെ കാണുമ്പോൾ മീരിപ്പം ഇത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്, ക്ഷീണിച്ച് കോലം കെട്ടുപോയല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ക്ഷീണിച്ചല്ല ഭംഗി വെച്ചല്ലോ, ഒരു സന്തോഷം കൊടുക്കാൻ സാധിച്ചില്ലേ, അത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ആൾക്കാർ വരും. അല്ലെങ്കിൽ എന്താ എന്നെ കാണുമ്പോൾ തന്നെ അതേ വന്നുണ്ട് പിശാശി, ഇപ്പം തന്നെ നെഗറ്റീവ് പറയും. അങ്ങനെ കുറേ ആൾക്കാരില്ലേ. അപ്പോൾ അവരെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ, അത് ഒരു നഷ്ടവും വരില്ല. നമുക്ക് മനസ്സിന് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവുമായിരിക്കും അങ്ങനെ പറയാനായിട്ട്. ആപ്രീഷിയേറ്റ് ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കിടക്കുന്നുണ്ട്. അല്ല, ഞാനിത് ഈ പരിപാടി നിർത്തി സിനിമ അങ്ങനത്തെ ഒരു ബേസിലാണ് പോണത്. എന്നാലും സ്റ്റേജിൽ ഞാൻ ഇനോഗ്രേഷൻ പരിപാടിക്ക് ചെല്ലുമ്പോൾ രണ്ടെണ്ണം എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പം ഞാനിത് പോളിഷ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, പഴയ കാലത്ത് അനുകരണമാണ് ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിൽ അവന് ജാടയെന്ന് പറയും. ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയും എഡിറ്റ് ചെയ്തിട്ട് സുരേഷ് ചേട്ടനെ ട്രോളി, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇത് ടിനിടോം തന്നെയാണല്ലോ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താണെന്നറിയോ, സിനിമയിൽ വരുമ്പോൾ നമ്മൾ ആരെ അനുകരിക്കരുത്, ടിനിടോം തന്നെ ആവണം. അപ്പോൾ അതെനിക്ക് ഗുണമാണ്. ഇയാൾ എന്തൊക്കെ കാണിച്ചാലും ടിനിടോം ആയിരിക്കും എന്ന് പറയുമ്പോൾ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമല്ലോ. പ്രാഞ്ചിയേട്ടനിൽ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ രഞ്ജിത്ത് സാറ് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഒരു നടപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടാവാൻ പാടില്ല. ഞാൻ ആ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒരു സിനിമയിൽ ഞാൻ ആരെ അനുകരിച്ചെന്ന് പറയൂല. അതിനോടൊപ്പം സ്റ്റേജിൽ കയറുമ്പോൾ അനുകരിക്കുന്നതും ആളെന്ന് അനുകരിച്ചതെന്നും പറയുന്നില്ല. അപ്പം ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പറയും ഞാൻ ലാലേട്ടനെ അനുകരിക്കാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ വേണം ചെങ്ങന്നൂർ പെരുമേലിൽ ലാലേട്ടൻ. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ശബ്ദം അനുകരിക്കാറില്ല, രൂപ അത്. പക്ഷെ ലാലേട്ടനെ കാണുന്നവർക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. പിന്നെ ഈ ഓൺലൈനിൽ വന്നപ്പോൾ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ. ഞാനൊരു ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ വൈഫാണ് ഇത് ഏറ്റവും ആസ്വദിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടി, മറ്റേ സ്തുതിയിലെ പാട്ട്. അതാരും പാടാറില്ല, അത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു ബോഗയും ബില്ലിൽ. മറ്റേ ശ്വാസം മുട്ടുന്നേ ഇടയുന്നേ, അതിൻ്റെ വരികൾ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായത്. എൻ്റെ വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ശ്വാസം മുട്ടുന്നേ പിടി. അപ്പോൾ വീട്ടിൽ ഏറ്റവും വലിയ ട്രോളേഴ്സാണ്. എൻ്റെ മകൻ എൻ്റെ പരിപാടി കാണുമ്പോഴില്ലേ ഇങ്ങനെ നോക്കി ഒറ്റ പോക്ക് അങ്ങോട്ട് പോകുള്ളൂ. അതല്ല ഏറ്റവും വലിയ വേദന. ഒന്ന് കണ്ട് ട്രോളിയ സന്തോഷമാണ്. ഇപ്പോഴും ഈ ട്രോള് കണ്ടിട്ട് എന്നെ വിദേശ രാജ്യത്തോട്ട് വിളിക്കുന്നു, എന്നിട്ട് അത് ചെയ്യണോട്ടാന്ന് പറയുന്നത്. സത്യമായിട്ടത് ഞാൻ പറയാം. ഞാൻ മമ്മൂക്കേനെ ബ്രഹ്മയുഗം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ അമേരിക്കയിൽ നിന്നുള്ള മലയാളികൾ ഒത്തുചേരുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഒരു പ്രോഗ്രാം ഗെറ്റ് ടുഗദർ, അതിൽ ഫോമ എന്നാണ് എൻ്റെ പേര്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ആ സംഭവം വേണം. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്യൂലത്. അതാണ് വേണ്ടത്, എന്ത് രസമുണ്ട് അത് ചെയ്യണം എന്ന് പറയണത്. അല്ല, ആ ബ്രഹ്മയുഗത്തിന്റെ ചെയ്തിട്ട് മമ്മൂക്കയ്ക്ക് ദേഷ്യമായി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ മേക്കപ്പ് മാനാണ് എനിക്ക് വിട്ടു തന്നത് ചെയ്യുന്നും പറഞ്ഞ്. പുള്ളി പിന്നെ അങ്ങ് ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ. ചിലപ്പോൾ അത് വേറെന്തോ ദേഷ്യത്തിൻ്റെയൊക്കെ കട്ട് ചെയ്തിടും. ടിനിയിട്ടും മമ്മൂക്ക അനുകരിച്ചപ്പോൾ. അപ്പം ചിലപ്പോൾ വല്ല ചായ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും. അപ്പം അതും കൂടി കട്ട് ചെയ്തിട്ടിടും. പിന്നെ മമ്മൂക്കയാണല്ലോ മമ്മൂക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട അനുകരണം എൻ്റെ ഏതുകൊണ്ടാണല്ലോ പുള്ളിയുടെ കൂടെ കൂട്ടിയത്. അതാണ് അപ്പം അതിന് വലിയൊരു പ്രിവിലേജ് വേറെ ഇല്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടത് പേരുകളാണ്, ദി നെയിംസ് ആണ് ടിൻചേട്ടൻ ഞങ്ങൾക്ക് തരേണ്ടത്. റെഡിയാണ് ടിൻചേട്ടൻ?
മലയാളത്തിൽ നായകന്മാരിലെ ഏറ്റവും നല്ല ബിസിനസ് മാഗ്നറ്റ് ആരാണ്? മലയാളത്തിലെ നായകന്മാരിൽ ഏറ്റവും നല്ല ബിസിനസ് മാഗ്നറ്റ്, കൃത്യമായ ബിസിനസ് കണക്കുകൂട്ടലുകളുള്ള മലയാളത്തിലെ നായകൻ ആരാണ്? എനിക്ക് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കുമായിരിക്കും. ഇവരെല്ലാം അഭിനയിക്കാൻ വേണ്ടി മാത്രം ദൈവം ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. അവർ ബിസിനസ്സിലേക്ക് മാറാറില്ല. ഇപ്പോൾ സിനിമയുടെ ബിസിനസ്സൊക്കെ സൈഡിൽ നടക്കുമായിരുന്നു, പക്ഷേ അത് മേൽനോട്ടം വഹിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും. ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ലെജൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആൻ്റണി ചേട്ടനാണ്, ആൻ്റണി പെരുമ്പാവൂരാണ്. അതുപോലെ മമ്മൂക്കയുടെ കാര്യങ്ങൾ നോക്കാൻ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ വേറെ കമ്പനിയുണ്ട്. അവരെന്ന് പറഞ്ഞാൽ കാശ് നോക്കാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വരുന്ന കാശ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, 3 കോടി എത്ര കിലോ ഉണ്ടാവും എന്ന് അറിയൂ? ഇവർ കണ്ടിട്ടില്ലല്ലോ. എല്ലാം മോളിൽ കൂടിയല്ലേ പോകണം. ടാങ് യൂസഫ് അലി സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ കാശ് എത്ര രൂപ ഉണ്ടാവും കയ്യിൽ? ഇതെല്ലാം ബാങ്കിൽ മെസ്സേജ് ഇതല്ലേ നടക്കണത് ബാങ്കിൽ കൂടി ആണ്. സോ അപ്പം ടിൻചേട്ടന്റെ കണ്ണിൽ അങ്ങനെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള നായകന്മാർ അങ്ങനെ എനിക്ക് ഇല്ല. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ നായകൻ ആ പ്രൊഫൈൽ അല്ലെങ്കിൽ പോലും ആരെങ്കിലും ഒരു ബെറ്റർ ബിസിനസ് രംഗം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇയാളാണ്. എനിക്ക് പൃഥ്വിരാജിന് ഈ സിനിമ ബിസിനസ് തന്നെ നന്നായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് രാജു. പൃഥ്വിരാജ്, ഗ്രേറ്റ്. ഇനി മലയാളത്തിലെ ഏറ്റവും കെയർലെസ്നെസ് ഉള്ള വ്യക്തി, ശ്രദ്ധയില്ലാന്ന് നമുക്ക് തോന്നുമെങ്കിലും ഭീകര ശ്രദ്ധയുള്ള ഒരു താരം. ഇപ്പൊ നമ്മൾ രജനി സാറിനെ കണ്ടിട്ടുണ്ട്, പുറമേക്ക് വരുമ്പോഴത്തേക്കും വിഗു ഇല്ല, ഒന്നുമില്ല. എന്നാ ബിജു മേനോൻ റൂമിൽ പോയി കണ്ടിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കും. അല്ല, പണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ട് ക്യാഷാണ് ഇങ്ങനെ എന്തോ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ചെക്കിങ്ങിന് വന്നപ്പോൾ ബാക്കി എല്ലാവരും വൃത്തി വേണം എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ ക്യാഷ് എന്താണെന്നുള്ളത് ചോദിച്ചു. കറക്റ്റ് ക്യാഷ് തന്നെയായിരുന്നു. ബിജു മേനോൻ്റെ ക്യാഷ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത്രക്ക് വലിച്ചു വാരിയിട്ടൊക്കെ. അപ്പോൾ അത് നല്ലതാണ്. അങ്ങനെ ഇപ്പോൾ ബിജു ചേട്ടനാണ് ആ ഒരു കെയർഫുള്ളാണ്, കെയർലെസ് ആണ്. ആ കെയർലെസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കാശിനോടുള്ള കെയർഫുൾ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ശ്രദ്ധയില്ലെന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഇത്രയും സിമ്പിൾ ആകണ്ട, കുറച്ചുകൂടിയൊക്കെ ജാടയാകാം എന്ന് തോന്നിച്ച ഒരു താരമാരാണ്? ജയറാമേട്ടൻ. ഇത്രയൊക്കെ ജാടയാവാം. അയ്യോ നമസ്കാരം. അയ്യോ ഇത്രയും ജാട കാണിക്കാനുള്ള പത്മശ്രീയൊക്കെ ഉള്ളതല്ലേ, ചെണ്ടയൊക്കെ കൊണ്ടും ഇത്രയും സ്പെയർ സ്കില്ലറിയാം. ആണ്. പിന്നെ ഇത്തിരി കൂടെയൊക്കെ ജാടയാകാം ജയറാമേട്ടനാണ് അത്. ഇനി സ്റ്റേജിന്റെ പൾസ് കൃത്യമറിയുന്ന ദാറ്റ് സ്റ്റാർ ടിൻചേട്ടൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ടിൻചേട്ടൻ കൂടെ നിൽക്കുമ്പോഴൊക്കെ സ്റ്റേജിന്റെ പൾസ് കൃത്യം അറിയാം. അതായത് എപ്പം താഴുന്നു, അതെപ്പം കയറ്റി വിടണം, അങ്ങനെ അറിയുന്ന ഒരു സ്റ്റാർ ആരാണ്? ഒന്ന് ഞാൻ തന്നെയാണ്. എനിക്ക് പൾസ് അറിയാം. ഞാനിപ്പോൾ സ്റ്റേജിൽ പോകുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള നാദർഷികയുടെ കൂടിയാണ്. നാദർഷിക എവിടെ താഴെ പോകുമ്പോൾ അറിയാം കേട്ടണം എന്നുള്ള നാദർഷിക. ഗ്രേറ്റ്. സൂപ്പർ ഡിസിപ്ലിൻഡ് സ്റ്റാർ ഇൻ മലയാളം. ഡിസിപ്ലിൻ, ടു മച്ച് ഡിസിപ്ലിൻഡ്. ചാക്കോച്ചൻ ലൊക്കേഷൻ. ഞാനിപ്പോൾ ജോണി പാപ്പാൽ ഞാൻ ചേട്ടനായിട്ടാണ് അഭിനയിച്ച അനിയൻ. തൊട്ടടുത്ത റൂമിൽ ഉണ്ടെന്ന് അറിയില്ല. ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആളുണ്ട്, ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. ഷട്ടിൽ കളിക്കാൻ വൈകിട്ട് പോകും, അവിടെ ഉണ്ട്. ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ചാക്കോച്ചനാണ്. ഏറ്റവും ബഹളമായിട്ട് സെറ്റിൽ നിൽക്കുന്ന കണ്ട ആരെയാണ്? ഭയങ്കര ബഹളം. ആള് അവിടെ വന്നു എന്ന് അറിഞ്ഞാൽ തന്നെ ലൊക്കേഷൻ മൊത്തം അറിയും. ജോജു വരുമ്പോൾ തന്നെ ആ പാത്രമൊക്കെ പൊട്ടിക്ക്, മറ്റേ പഴംപൊരിയോടെ മറ്റേതെന്ത് ചോറന്ത്. പണ്ട് മുതലേ ഞങ്ങൾ പട്ടാളം മുതലേ ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. പക്ഷെ അവൻ വരുമ്പോൾ ഒരു രസമാണ്. ഈ ആനയൊക്കെ വരുന്ന പൊട്ടിച്ചോ 1 മണിയായി ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും. അപ്പോൾ ജോജുവിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, മമ്മൂക്കൊരു പരിപാടി ഞങ്ങൾക്ക് പറഞ്ഞത് മംഗ്ലീഷ് എന്ന് പറഞ്ഞ പടം നടക്കും. അത് ഒരു ദിവസം ചിങ്ങമ്പഴം, ഒരു ദിവസം പാല്, അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞ് ഫ്രൂട്ട്സ്. ഞാൻ നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പപ്പായ, ഒരു 4-5 കഷ്ണം. ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ വണ്ടിയിൽ കുറേ പപ്പായ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഊണും കഴിക്കും. ഇത് മരുന്ന് പോലെ കഴിക്കണത്. അപ്പോൾ ഒരു ആഘോഷം നമുക്കും തരും കേട്ടോ. അത് ഭക്ഷണം ആഘോഷമാക്കുന്ന ആളാണ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. മലയാള സിനിമയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന താരം, കാരണം ഒരുപാട് പേരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരുന്ന് ഡിന്നറും ലാലേട്ടൻ തന്നെ. എന്താണെന്ന് പറഞ്ഞാൽ അതെല്ലാം ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. ബിഗ് ബ്രദർ 6 മാസം ഉണ്ടായിരുന്നു. വൈകിട്ട് നോക്കിയപ്പോൾ കോളിഫ്ലവർ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. അത് നമുക്ക് ഇത്തിരി തരും. പിന്നെ ചായയൊക്കെ കുടിക്കുമ്പോഴേ 100% ഡെഡിക്കേറ്റഡ്. ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ആ മട്ട് വരെ ഞാനത് നോക്കിയിട്ടുണ്ട്. ചെയ്യുകയാണെങ്കിൽ 100% ഡെഡിക്കേഷനായിട്ടാണ് ചെയ്യണത്. അത് ഇപ്പം മീനാണെങ്കിലും ഇതാണെങ്കിലും. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ എനിക്ക് അങ്കമാലിൽ വെച്ചിട്ട് എൻ്റെ അളിയൻ്റെ വീട്ടിൽ പോയി. ഞാനും വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇർഷാദും കൂടി. അപ്പോൾ പുള്ളി എല്ലാ ദിവസവും ചോദിക്കുക, ഇന്ന് എന്താ ചെയ്തത്, ഇന്നലെ എന്താ ചെയ്തത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ പോയി അവിടെ ബീഫ് ഫ്രൈ ഇതൊക്കെ വെച്ച് കഴിച്ചു. ലാലേട്ടന് വേണോ? ഞാനങ്ങനെ ചോദിക്കുക,
അതായത് വേണമെന്ന് കൊണ്ടുവന്ന് തരുമെന്ന് വെച്ചിട്ടുണ്ട്. അളിയനും പെങ്ങളും കൂടി കൊണ്ടുവന്ന് കൊടുത്ത് ആയി. എന്നിട്ട് ആസ്വദിച്ച് കഴിച്ച്. അല്ല, ഇത്രയും ഭക്ഷണം മനോഹരമായിട്ട് കഴിക്കുന്ന ലാലേട്ടനാണെന്ന് പറഞ്ഞു. ഒട്ടുമേ ഭക്ഷണം കഴിക്കാൻ പേടിക്കുന്ന ഒരു താരം ആരാണ്? അതായത് ഭയങ്കര പേടിയാണ് കഴിക്കാനായിട്ട്. എന്തെങ്കിലും രീതിയിൽ എൻ്റെ ഫിഗർ ലൂസ് ഔട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും. മമ്മൂക്ക കൃത്യമായിട്ട് കഴിക്കുന്ന ആളാണെന്നറിയാം, എന്നാലും ഒരു പേടിയോടെ ഇന്നത്തെ കൈലാഷോ അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. രാത്രി നോക്കുമ്പോഴേ സങ്കടം വരും. അവൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ നമ്മുടെ നീലത്താമരയിലെ കൈലാഷ്. ആ കൈലാഷ് ഞങ്ങളിപ്പോൾ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഓക്കെ, നമ്മൾ കാരിയർ ഇങ്ങനെ നോക്കി. അവനിത് ഇത്രയുള്ള കാരിയർ എന്തിനാ ഫ്രൂട്ട്സ്, ഇത് എന്തിനാണെന്നാവോ പ്രേം നസീർ ആവാനാണ്, എന്തിനാണെന്നറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവൻ ഫുഡ് ഭയങ്കരമായിട്ട് മധുരമില്ലാണ്ടൊക്കെ ചായയൊക്കെ കുടിക്കും, എന്നിട്ട് പുഡിങ് വരും അത് കഴിക്കുകയും ചെയ്യും. ഭയങ്കര ശ്രദ്ധയുണ്ട്. അപ്പോൾ ഈ ചായ എന്തിനാണ് ഇങ്ങനെ കുടിച്ചത്? അല്ല ടിൻഷേട്ടാ ഈ പുഡിങ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഷുഗർ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതെന്താ അങ്ങനെ സൂക്ഷിക്കുന്ന. ഞാൻ വളരെ എല്ലാവരും ഒബ്സർവ് ചെയ്യണോണ്ട് കണ്ടതാണ്. ഇനി ജെൻസി വേറൊരാളും കൂടി ഉണ്ട്, സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ്റെ പ്രശ്നം എന്താന്ന് പറയട്ടെ, സുരേഷ് ഗോപി ചേട്ടൻ ഞങ്ങളുടെ ഫുഡ് നമ്മുടെ ഇതുപോലെ തന്നെ പെരുങ്കളിയാട്ടം ഷൂട്ടിംഗ് നടക്കണം. അപ്പം ഞാൻ പറയും ഈ തട്ടുകട പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇഡ്ഡലി വാഴയിലയിൽ ഇങ്ങനെ വിറക്കും. ഇഡ്ഡലി ഇങ്ങനെ ഇട്ടിട്ട് ചമ്മന്തിയും സാമ്പാറും കൂടി ഇങ്ങനെ കഴിക്കും. കുറച്ചുണ്ടാക്കുള്ളൂ കേട്ടോ. പുള്ളിക്ക് എന്തോ വാശിയാണ്, അധികം പേര് അങ്ങനെ സൂചിക്കേണ്ടതാണ്. എന്തോരം കഴിച്ചാലും ഒരു 50 രൂപ ഉള്ളൂ. എന്നിട്ട് അത് കഴിയുമ്പോൾ കാപ്പിയും ചായയൊക്കെ. അപ്പോൾ സുരേഷൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരൻ ഇഡ്ഡലിയാണെന്ന് പറഞ്ഞു പോയി. അപ്പോഴേക്കും സിനോജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ തലവേദനയായി. എന്താ ഞാൻ പറഞ്ഞു ആ ഇഡ്ഡലി വേണമെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കണല്ലോ പുള്ളി. പോയി അവിടെ തീർന്നിട്ടും ഉണ്ടാവും. എനിക്ക് ഇഡ്ഡലി വേണം, അല്ലെങ്കിൽ പറ്റില്ല, ഇഡ്ഡലി ഇല്ലാണ്ടെന്ന് ഷൂട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ബോംബിട്ടിട്ടാണ് പോകുന്നത്. ഇതുപോലെ ഒരു ദിവസം നോക്കിയപ്പോഴേ പുള്ളി ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാവി ഈ കളറാണ് ഞാൻ കാണുന്നത്. പിന്നെ BJPയുടെ കൊടിയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ജിലേബി നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കാണി. അപ്പം ഞാൻ പറഞ്ഞു ജിലേബി അല്ലേ, ജാഗരി ഡൽഹിയിൽ നിന്ന് വരും ഇപ്പോൾ. അപ്പോൾ സിനോജിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ജാഗരി വരും. ടിനി 500 രൂപയുടെ ജിലേബി മേടിക്കാൻ 4000 രൂപ ഡീസൽ ചിലവാക്കിയിട്ട് നെടുമ്പാശ്ശേരി പോയി മേടിച്ച് പാലക്കാട് കൊണ്ടുവന്നു വന്നു. എന്നിട്ട് അത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്ത് നിൽക്കണമായിരിക്കും അധികം ഷുഗർ. ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ വഴക്കിടും. എന്താ പ്രശ്നം നിനക്ക് എന്നോട്, പിന്നെ കഥയൊക്കെ പറയേണ്ടി വരും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വൈകുന്നേരം വാഴയിലയിൽ ഇങ്ങനെ, അതായത് നെയ്യ് കൊണ്ടൊരു മൈസൂർ പാവ് ഇങ്ങനെ പോവും. ഇത് എന്തോരം കഴിച്ചാലും മതിയാവില്ല. മൈസൂർ പാവട് എന്ന് പറയുമ്പോൾ വാഴയിലൊക്കെ അതൊക്കെ തുറന്നു നോക്കുന്നൊരു ഭംഗിയുണ്ട്. ഇത് കഴിക്കും. എന്നിട്ട് ഞാൻ വേറെ വല്ലയിടത്തായിരിക്കും നിൽക്കുന്നത്. അവനെ വിളിക്കേ കഴിക്കോ. മട്ടൻ കറി ഒക്കെ മേടിക്കാൻ ഈ മാരിയറ്റിൽ വരുമ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പം ചേട്ടാ ഇവിടുന്ന് മട്ടൻ കറി മേടിച്ചിട്ട് വരട്ടെ. അപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ നീരാണെങ്കിൽ എന്ത് പറയും, എത്ര മട്ടൻ കറി വേണം? ഒരു മട്ടൻ കറി 4 വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നന്നായിട്ട് ഭക്ഷണം ആസ്വദിക്കുന്നു, മറ്റുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ ട്രിപ്പ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങളാണ് ഈ പറയുന്നത്. ആൾക്കാർ പറയും ഇവന് ഭ്രാന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ ഭ്രാന്താണ് എൻ്റെ സന്തോഷം. പക്ഷേ ഇത്രയും ടിനിച്ചേട്ടൻ ഞാൻ പറയില്ലേ, മുഖത്ത് നോക്കി ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും അനിഷ്ടം ഉണ്ടെങ്കിലും ഇപ്പം നമ്മളവിടെ തന്നെ പറയാനുണ്ട് സ്കിറ്റ് നന്നായി അല്ലെങ്കിൽ സ്കിറ്റ് കൊള്ളില്ല എന്ന് പറയുന്ന ഒരാൾ കൂടിയായിരുന്നു ടിനിച്ചേട്ടൻ. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഈ അമ്മയുടെ ഈ ഒരു കഴിഞ്ഞ തവണത്തെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടിനിച്ചേട്ടൻ ഒരു വോയിസ് നോട്ട് ഇട്ടു. അത് ഭയങ്കരമായിട്ടും എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനൽസൊക്കെ അതൊരു ചർച്ചയാക്കി. വാട്സപ്പിലിട്ടതാണ്. ഏതോ റാറ്റുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ആരോ ചോർത്തി. അതെല്ലായിടത്തും ഉണ്ടെന്ന്. ഇപ്പോൾ പാകിസ്ഥാനിലില്ലേ ദുരന്തർ കണ്ടോ? ദുരന്തർ കണ്ടു. എത്ര നാളാണ് ഒരു ആളിവിടെ പോയി അവിടെ പോയി നിന്നത്. അതുപോലെ ഇപ്പോഴും എന്നാലും ഇത്രയും പ്രൈവറ്റ് ആയിട്ടൊക്കെ അയക്കുന്ന ഒരു കാര്യങ്ങൾ അത് സ്പ്രെഡ് ആവുക. ഞാൻ നോക്കുമ്പോൾ വലിയ വാർത്താ ചാനലിൽ ഒരു എഡിറ്റോറിയൽ തന്നെ അതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ മീര എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ മീരയുടെ ഇരിക്കും മുന്നേ. ഇത് ആരാണ്, ഇതിൻ്റെ മൈക്കുണ്ടെന്നേ. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ റെക്കോർഡിംഗ് ഉണ്ടോ, അല്ലാതെ നമ്മളെ മോണിറ്റർ ചെയ്യണ്ട, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങ് എത്തുന്നുണ്ടല്ലോ. മിണ്ടാൻ കാത്തുക്കല്ലേ. അതുമല്ല എൻ്റെ ഇടയിൽ വേറൊരു ഇതുണ്ടായ ഇങ്ങനെ ചെറിയൊരു പ്രാക്ക് രീതിയിലൊക്കെ 2 പേരയച്ച്. അത് ദുർവാസാവിന് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രാക്ക് കേട്ടിട്ടില്ല. അതൊക്കെ ഓരോ ഇഷ്യൂസ്, അതൊക്കെ ഉള്ളിൽ പറഞ്ഞു തീർക്കണം. അതിലൊക്കെ ടിൻചേട്ടൻ ഇടപെടാറുണ്ടോ? പിന്നെ എന്തായാലും പെട്ടെങ്കിൽ ഞാൻ ഇടപെടും. റോട്ടിൽ കൂടി പോകുമ്പോൾ 2 പേര് അടിപിടിക്കുകയാണെങ്കിൽ ഞാൻ പോയി ഇടപെടും. ഞങ്ങൾ മദ്രാസിൽ ഒരു പ്രാവശ്യം വിസ എടുക്കാൻ പോയി, അതായത് US സുരാജുണ്ട്, ഞാനുണ്ട്, അസീസുണ്ട്. അപ്പോൾ റോട്ടിൽ ഒരാളെ, അതായത് 2 കാലില്ലാത്ത ഒരാളെ പിടിച്ച് നിലത്തിട്ടേക്കാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ, ഇയാൾ ഇവിടെ നിന്ന് പിച്ച കണ്ടുന്ന ആളാണ്.
മറ്റാൾ അവിടെ കയറിയിരുന്നു. അപ്പോൾ ഈ പിച്ച കണ്ടിരിക്കുന്ന ആളായിട്ട് അടിക്കുക. സുരാജ് ഒരു ആവശ്യമില്ലാണ്ട് കയറി അവിടെ എണ്ണ പ്രശ്നം. അപ്പോൾ ഇതാണ് പ്രശ്നം മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം റോട്ടിൽ കൂടി പോകുമ്പോൾ ലുങ്കിയെ കൊടുത്ത് നടന്നു വെറുതെ ഒരു രസത്തിന് അങ്ങ് ഇടപെട്ടിട്ട് ഭയങ്കര രസം. അപ്പോഴേക്കും വേറെ ആൾ എന്നിട്ട് അവരുടെ പിച്ചക്കാരുടെ പ്രശ്നം തീർത്തിട്ട് അത് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇരുന്നോ, നീ ഇവിടെ ഇരുന്നോ, നീ എന്തിനാണ് ഈ കാലില്ലാത്തവനെ സപ്പോർട്ട് ചെയ്ത് അവനെ തിരുന്നിരുന്ന് പിച്ച കണ്ടിക്കുമെന്ന് പറഞ്ഞ് മറ്റവനെ പറഞ്ഞു വിട്ട് നീ വീട്ടിൽ പോയിട്ട് നിനക്ക് നടക്കാൻ കാലില്ല എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തു. ഒരു രസം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ ഇഷ്ടമാണ്. കാരണം ഇപ്പം ഈ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞിരിക്കുന്ന ലക്ഷ്മിപ്രിയ നീന കുറുപ്പ് തമ്മിൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് പ്രാഗി പടാരടങ്ങിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞു പ്രാഗി. അത് ഉള്ളിൽ നടന്ന സംഭവം പുറത്തേക്ക് വന്നു. അത് ആരെ പുറത്തു കൊടുത്തു? അതാണ് ഇല്ലീഗലായത് പുറത്തു പോകുന്നത്. പ്രാഗല ആർക്കും പ്രാഗല്ല, ചെലവൊന്നുമില്ല ഇനി വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗ്. അല്ല, ഇത്രയും പറയുമ്പോൾ മലയാളത്തിന് അല്ലെങ്കിൽ കേരളത്തിന് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ടിൻചേട്ടന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനാരാന്ന്? നമ്മുടെ പേരും പുറത്തു വരും. ഏതെങ്കിലും ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ അവരെ ബ്ലേഡായിട്ടേ കാണിക്കുള്ളൂ, അവരുടെ പേരും പുറത്തു വരില്ല. ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണ്ട മോളെ നമുക്ക്. എൻ്റെ വീട്ടിലും സ്ത്രീ ഭരണമാണ്, അമ്മയിലും സ്ത്രീ ഭരണമാണ്. ഇവിടെ വന്നപ്പോഴൊരു സ്ത്രീയാണ്, കൊച്ചിയിലെ മേയർ സ്ത്രീയാണ്, ഇവിടുത്തെ കമ്മീഷണർ സ്ത്രീയാണ്. ഞങ്ങൾ ആണുങ്ങൾക്ക് ആരെങ്കിലും വേണ്ട മോളെ? ആരെങ്കിലും പറയാൻ വേണ്ടേ? പുരുഷ കമ്മീഷൻ വേണം. പുരുഷന്മാർക്കും അല്ലെങ്കിൽ ഇതെന്താ പറയട്ടെ, ആർക്കും എങ്ങനെയും എന്തും പറയാൻ പറ്റുന്നൊരു കാലഘട്ടം. പുരുഷന്മാരുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് ഇപ്പോഴത്തെ കേരളത്തിലെ പുരുഷന്മാരുടെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ടിൻചേട്ടന് തോന്നിയത്? ഈ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇത് ശരിക്കും ആദ്യത്തെ മെസ്സേജ് വരുമ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് ബ്ലോക്ക് ചെയ്യാമല്ലോ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും അത് ഇങ്ങനെ ഹണി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഈ ട്രാപ്പിലേക്ക് പെടുത്തുന്നത്. ഫസ്റ്റ് ഞാൻ അതിലേക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യും പോലീസിൽ, ഇയാൾ ശല്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് കയറി പിടിക്കലൊന്നും വന്നിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സെൻസ് ചെയ്യുമ്പോൾ തന്നെ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക. അല്ലാതെ ഇവരെ വലച്ചു കൊണ്ടുവന്നിട്ട് അവരെ ലൈഫ് കൊണ്ടേ കളയുന്നു. എന്തായാലും പലരും പല ഇമോഷൻസിന്, ആരും സെയിൻ്റൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അഴുക്ക് ജാലിയിൽ നിന്ന് വന്നിട്ട് നന്നായിട്ടുള്ള പുണ്യാളന്മാരെ ലോകത്തുള്ളൂ. അപ്പോൾ അവരെ വഴിതെറ്റിക്കാതെ വരുമ്പോൾ തന്നെ ഒന്ന് അവരെ വഴി നേരെ നടത്ത്. ഇങ്ങനത്തെ സംഭവം ശല്യം വരുമ്പോൾ തന്നെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതുവരെ ടിൻചേട്ടനെതിരെ ഒരു മീറ്റോ ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, ആരോപണം ഒന്നും വന്നിട്ടില്ല. ഒരു മെസ്സേജ് ചെയ്യാൻ വിട്ടിട്ടുണ്ടോ? ഇല്ല, അത് സത്യമാണ് കേട്ടോ. മെസ്സേജ് നല്ല ബർത്ത്ഡേ അങ്ങനത്തെ മെസ്സേജ് ഇടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു രീതിയിലൊരു ഹൈ പോലും രാത്രി 9 മണി. എന്താ പറയട്ടെ, ഞാൻ വിക്ടിം ആയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുണ്ടല്ലോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഇതുപോലെ ഒരാൾ, ഞാൻ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല, ഈ പറയുന്ന എനിക്ക് ആ സ്ത്രീകളുടെ ഫീൽ എന്താണെന്നുള്ളത് എനിക്കറിയാൻ പറ്റും. അവളെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ അവരൊരാൾ മിസ്യൂസ് ചെയ്യാൻ ചെല്ലുന്നതിൻ്റെ ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു 5-6 പഠിക്കുമ്പോൾ നല്ല കൊഴുത്ത കുട്ടനായിരുന്നു. നടന്ന് ഞാൻ സ്കൂളിലേക്ക് വരുമ്പോഴേക്കും ഒരുത്തം വന്നിട്ട് എന്നെ ഉമ്മ വെക്കാനും ഇതിനൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ വിറക്കുമായിരുന്നു. ഇവൻ വരുമ്പോൾ വീട്ടിൽ പറയാൻ പറ്റും ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഭയം ഇപ്പോഴും കിടപ്പുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടീമുകൾ വരും എൻ്റെ അടുത്ത്. ഞാൻ കോട്ടയം നസീറിൻ്റെ ട്രൂപ്പിൽ ഡിസ്കവറി എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ബസ്സില്ല, നമുക്ക് വണ്ടിയൊന്നുമില്ല, ബസ് രാത്രി ഇല്ല അവിടെ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക്. 12-1 മണിക്ക് വന്ന് കിടന്ന വെളുപ്പിന് 5 മണിക്കൊരു ട്രെയിനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാലിങ്ങനെ നീട്ടി കിടക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് കാലിങ്ങനെ ചൊറിഞ്ഞു. അപ്പോൾ എനിക്ക് മറ്റേ പഴയ സൈക്കോ ട്രോമ എനിക്കിങ്ങനെ വന്ന്. അപ്പം ഞാൻ നല്ല ആണായി, എന്നിട്ടും വന്നിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. ഞാനൊന്നും ചെയ്തില്ല. നെഞ്ചത്തിട്ടൊരു ഒറ്റ ചവിട്ട് കൊടുത്തിട്ടേ ഇന്ന് തെറിച്ചു പോയിട്ട് ഒന്നും പറയാണ്ട് അങ്ങോട്ട് പോയേക്കണ്. എന്നാൽ പുള്ളി തിരിച്ചെങ്കിലും നോക്കണ്ടേ ഇത് നടപടിയാവില്ലെന്നും പറഞ്ഞിട്ട്. അല്ല ഇന്നത്തെ കാലഘട്ടം പറഞ്ഞു. ഞാൻ ഓർത്ത് നോക്കി വെളുപ്പിനെ അവിടെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ കൈ വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അത് തട്ടി മാറ്റേണ്ടി വന്നിട്ട് ആണുങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഉണ്ട്, ആണുങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറയും, ഇതെൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്, തള്ളല്ലത്. ഞാൻ എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ട് നെഞ്ചാങ്കോട്ടേക്ക്. എന്നാൽ തിരിഞ്ഞു നോക്കിയിട്ട് എന്താണെന്ന് ചോദിക്കണ്ട, ഇല്ലെന്ന് കൂളായിട്ട് നടന്നു പോയിരുന്നു. രോഗം എന്താന്നുള്ള അവനറിയാൻ എനിക്ക് മനസ്സിലായി. അയ്യോ അല്ല, നമ്മൾ സ്ത്രീകളപ്പോൾ എന്തോരാണ് ഏട്ടാ. അതാണ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അവർക്ക് എന്തെങ്കിലും നമ്മൾ ചുറ്റും ഞാൻ നോക്കാറുണ്ട്, സ്ത്രീകളെ കൂടെ നിൽക്കുന്നവർ പിള്ളേരുടെ കൂടെ എൻ്റെ ഒരു ജാഗ്രതയുണ്ട്, അതിലേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ. ആത്മാവും ശരീരമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ. കാരണം ആ ട്രോമ കിട്ടിയുമ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അപ്പുറം ഇരിക്കുമല്ലോ ഇവർക്ക്. ഇത്രയൊക്കെ പറയുമ്പോഴും ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു ടിൻചേട്ടൻ നമ്മൾ ഇത്രയും നേരം കണ്ടു. ടിൻചേട്ടനെ ഏറ്റവും വിഷമിച്ച് ഞാൻ കണ്ട
ഞാൻ അധികം കണ്ടിട്ടില്ല, എന്നാൽ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഏറ്റവും വലിയൊരു പേഴ്സണൽ ലോസ് ആണ് സുബി ചേച്ചിയുടെ ഒരു ആബ്സെൻറ്റ്. കാരണം അന്ന് അത്രയും ഞാനൊരു 12 വർഷം കണ്ട ടിനിച്ചേട്ടനായിരുന്നില്ല. അന്നത്തെ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കേട്ടത് ടിനിച്ചേട്ടൻ ആ സമയമേ ഞാൻ ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്നും നമുക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പം നവാസിക്കയായാലും ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ അവരെല്ലാവരും ഓർക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോസ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക്. എന്നാൽ എനിക്ക് ഞാൻ പെട്ടെന്ന് ഇമോഷണലോ ആണ്. എൻ്റെ ചുറ്റുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സുബീനെ. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇപ്പോഴും ഞാൻ പെട്ടെന്ന് സുബിയുടെ നമ്പറുണ്ട്, നമ്മൾ പോയാ എനിക്ക് സംശയമാണ്. കാരണം ഞങ്ങൾ എപ്പോഴും വിളിക്കുമൊന്നുമില്ലായിരുന്നു. അങ്ങോട്ട് ഈ പറയണ പോലെ ഡ്രസ്സ് ചിലപ്പോൾ മോശമാണ്, ഞാൻ വിളിച്ചത് നീ അങ്ങനെ കൊടുത്ത് പോകല്ലേ എന്ന് പറയും. വിളിക്കുമ്പോൾ തന്നെ അവൾക്ക് പേടിയാണ്, കാരണം ആകെ പേടിയുള്ള തന്നെയാണ്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എന്ന് മുതൽ തുടങ്ങിയ ഇതാണെന്നറിയോ, എൻ്റെ ഭാര്യയെ പരിചയപ്പെടുന്ന പോലും സുബിയിലൂടെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അത്രയും വീട്ടുമായിട്ട് അടുപ്പമുള്ളൂ. പക്ഷെ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. കാരണം ലാസ്റ്റ് ഞാൻ കാണാൻ ചെല്ലുമ്പോൾ അവൾ വളരെ സ്ലിമ്മായിട്ടുള്ള, ഇത്രയും വീർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിന്നെ നോക്കി, ഞാൻ നെറ്റിലൊരു ഉമ്മ കൊടുത്തിട്ട് വന്നു ബൈ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളോട് പറഞ്ഞാൽ അതേ ഉള്ളൂ, അവൾ എന്നെ നോക്കി ടാറ്റ കാണിച്ചു, നിന്നെ പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്നപ്പം. സോ എവിടെയൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട് ടിൻചേട്ടാ. അതുപോലെ തന്നെ സുധിയുടെ മരണം, അതും ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തു. ഒരുമിച്ച് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്ത്. ബാക്കിലെ കാറിൽ അവർ, ഫ്രണ്ടിലെ കാറിൽ ഞങ്ങൾ. അവരിങ്ങനെ വരുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെളുപ്പിന് 3 മണിക്ക് കുറേ കോളുകൾ വരുന്നുണ്ട്. കാലത്ത് ഞാനൊരു 10 മണിയായപ്പോഴായിട്ടാണ് അല്ല 9 മണി എടുത്ത് നോക്കിയപ്പോൾ സുധി മരിച്ചെന്ന് പറഞ്ഞിട്ട്. ഒന്നാമത് ഞാൻ അവന് ഞാൻ ചേട്ടനെ പോലെ ഇരുന്ന് ഞാൻ കുറേ ദുശ്ശീലങ്ങളൊക്കെ ഉള്ളത് മാറ്റി. അന്ന് നന്നായിട്ട് വരികയാണ്, ഫാമിലിയായി. ചേട്ടാ എല്ലാം എന്നെ വിളിക്കും, ചേട്ടാ നല്ല സെറ്റപ്പായി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നാവാൻ തുടങ്ങിയ സമയത്ത് അവൻ വളരെ മോശമാണെന്നല്ല പറയുന്നത്, മനസ്സിലായി എല്ലാവരും. അപ്പോൾ ഇവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതൊരു വലിയ. അതുപോലെ നവാസായിട്ട് ടിനിച്ചേട്ടൻ ഷെയർ ചെയ്ത ആ മെസ്സേജ് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര പാടാണ്. കാരണം ടിനിച്ചേട്ടൻ ഒന്നുമില്ല, അവിടുത്തെ നവാസിക്കയുടെ ഷൂസിൻ്റെ ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ടു. മകനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ എന്നെയാണല്ലോ അവിടെ കാണുന്നത്. എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സാധനം ഞാൻ ക്യാരി ചെയ്യും, അത് പാടില്ല എന്ന് പറയുന്നത്. നീരൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിലും പറഞ്ഞാൽ അത്രയും എഫക്റ്റഡോ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആളെ കണക്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ വയനാട് ഒരു നൗഷാദ് എന്നും പറഞ്ഞ ഒരുത്തൻ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഒരു ഇരിപ്പിരുന്നിരുന്നു മനോരമയിൽ വന്നിരുന്നു ഇങ്ങനെ. അതായത് 10-13 പേര് ഫാമിലി എല്ലാം ഒഴുകി പോയിട്ട് മറ്റേ ലാൻഡ് സ്ലൈഡിങ്ങിൽ, ഉരുൾപൊട്ടലിൽ. ഞാൻ ഓർക്കണം ഇവൻ എങ്ങനെ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടില്ല, ഒരാൾ പോലും ബാക്കിയില്ല. ഞാൻ വിളിച്ചിരുന്നു, അവനൊരു ഹോട്ടൽ തുടങ്ങി. ഞാൻ പറഞ്ഞു ആരും നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കരുത്, എല്ലാവരും ഞാൻ നിൻ്റെ ഒരു ബ്രദറായിട്ട് കാണണമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതൊക്കെ അതൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. ഇപ്പം ഈ പത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഫ്രണ്ട് പേജിൽ ട്രാജഡി ഞാൻ മാറ്റും. സെൻസറിങ് ഇല്ല ഇപ്പം, ഭീകരമാണ്. മറ്റേ വണ്ടി കയറി മരിച്ചു, മറ്റേ അടിയിൽ ഇതൊക്കെ പറഞ്ഞ് അത് പേജ് മാറ്റും.